ഹായ് ഫ്രണ്ട്സ്, അത് കുറേ ആൾക്കാരുടെ വീട്ടിലേക്കും ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വെറുതെ ഇരിക്കുന്നുണ്ടാവും. അതിന് ഈ ഡി വി ഡി റൈറ്റർ നമുക്ക് ഊരിയിട്ട് ഒരു എക്സ്റ്റേണൽ ഡി വി ഡി റൈറ്ററായിട്ട് നമുക്ക് ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ നോർമൽ വരുന്ന ലാപ്ടോപ്പിനൊന്നും നമുക്ക് ഡി വി ഡി റൈറ്റർ വരുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്കൊരു ഡി വി ഡി റൈറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് അത് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നമുക്ക് ഓർഡർ ചെയ്ത് മേടിക്കാം. ഇതൊരു സാറ്റ ടൈപ്പാണ്, പക്ഷേ നോർമൽ നമുക്ക് ഹാർഡ് ഡിസ്കായിട്ട് കണക്ട് ചെയ്യുന്ന സാറ്റ കേബിളല്ല. നോർമൽ ഹാർഡ് ഡിസ്കായിട്ട് കണക്ട് ചെയ്യുന്ന സാറ്റ കേബിളിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് സ്ലിമ്മാണ്. അപ്പോൾ നമ്മളിത് മേടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് മേടിക്കണം. ഇപ്പോൾ നമ്മൾ ഈ അഡാപ്റ്റർ ഡി വി ഡി റൈറ്ററായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്കിത് ലാപ്ടോപ്പായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഡി വി ഡി വർക്ക് ചെയ്യാനായിട്ട് എക്സ്ട്രാ പവറിൻ്റെ ആവശ്യമില്ല. നോർമൽ USB എന്ന് പറഞ്ഞ 5 വോൾട്ടിൻ്റെ പവറിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ പവർ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ ഡി വി ഡി റൺ ചെയ്ത് തുടങ്ങിയിട്ട് നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു ഡി വി ഡിയുടെ സിമ്പലും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡി വി ഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി.